ആപ്പിൾ ഇന്റലിജൻസ് പോലെ തട്ടിക്കൂട്ട് പരിപാടി അല്ല ആൻഡ്രോയിഡ് 17 മുഴുവനായും ജെമിനി ഇന്റലിജൻസ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇത് കണ്ടുപഠിക്കേണ്ടി വരും. കാരണം യു മുഴുവനും ആ ഒരു ജെമിനി കയറി കൂടിയ പോലെയാണ് കാണുന്നത്. ലിക്വിഡ് ഗ്ലാസ് അല്ല, എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോ ഗ്ലാസ് ഡിസൈൻ എന്ന് വിളിക്കാം. നമ്മൾ ഈ ട്രാവൽ ഏജൻസിനൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രിപ്പ് പോകാനുള്ള ഐറ്റിനറി ഒക്കെ നമുക്ക് ഫോട്ടോ ആയിട്ട് തരില്ലേ. അത് ചിലപ്പോൾ 4 പേരുടെ ടൂർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ജെമിനിനോട് പറഞ്ഞാൽ മതി, ഇതേപോലെ ഒരെണ്ണം മേക്ക് മൈ ട്രിപ്പിലോ booking.com ഒരു 6 പേർക്കുള്ളത് എനിക്ക് കണ്ടുപിടിച്ചൊന്ന് ബുക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അത് മുഴുവനായി പോയി കണ്ടുപിടിച്ച് ബുക്കിങ്ങിന്റെ പേജിൽ വരെ എത്തിച്ചുകൊണ്ട് തരും. ഇനി ഇതിനൊക്കെ ആപ്ലിക്കേഷൻ തന്നെ വേണമെന്നൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അതിനകത്ത് ജെമിനി ഓട്ടോമേഷൻ വഴി സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ സെറ്റാക്കി തരും. പക്ഷെ നിങ്ങളിപ്പോൾ വോയിസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞുള്ള പ്രശ്നം, നമ്മൾ സംസാരിക്കുന്നത് പോലെ ആയിരിക്കുമല്ലോ എഴുതുമ്പോൾ നമ്മൾ മെല്ലെ ചിന്തിച്ച് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കി കൃത്യമായിട്ട് എഴുതും. സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ 3 ഫ്രൈഡ് റൈസും പിന്നെ 2 ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് അതേപടി എഴുതാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ കളഞ്ഞ് പിന്നെ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള അവയർനെസ് ഉണ്ട്. ഇമോജി വരെ ഇട്ട് തരും. ഈ പരിപാടി ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് റാംബ്ലർ. അതിന് ഇത് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പണിക്കാരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അരേ ഭായ് ഇത് ഇവിടെ നിന്ന് ലേക്കേജ് ആവോ എന്നൊക്കെ പറഞ്ഞാൽ അത് അതേപോലെ അങ്ങനെ മാറ്റിത്തരും. ഇനി iOS-നെ അപേക്ഷിച്ച് ആൻഡ്രോയിഡിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രേമിക്കുന്നതിന്റെ കാരണം അതിന് അത്രത്തോളം കസ്റ്റമൈസേഷൻ ഉണ്ട് എന്നാണ്. ഇനി മുതൽ നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻസിനെ പല വിജറ്റ്സ് കമ്പൈൻ ചെയ്യാനും സ്വന്തമായിട്ടുള്ള വിജറ്റ്സ് ഉണ്ടാക്കാം. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് 3 നല്ല കോട്ടുകൾ തരുന്നൊരു വിജറ്റ് വേണം എന്ന് ജെമിനിനോട് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. ഇനി ഈ ഉണ്ടാക്കുന്ന വിജറ്റ് ആ ഒരു ഫോണിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ വാച്ച് ഉണ്ടെങ്കിൽ വാച്ചിനകത്തും കയറി വരും. ഇത് ശരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയി വരാൻ പോകുന്നത് എവിടെയെന്ന് അറിയോ? നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിനുള്ള ഫ്ലൈറ്റുകൾ, ഹോട്ടലുകൾ, പിന്നെ പോയി കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകൾ, അത് എന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടി എനിക്ക് ഒറ്റ വിജറ്റായിട്ട് എൻ്റെ ഹോം സ്ക്രീനിൽ വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അവിടെ കിടക്കും. വിത്ത് കൗണ്ട് ഡൗൺ വരെ ഉണ്ടാക്കിയിടാം. ഇനി ഏറ്റവും മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയിലാണ്. പറയാൻ നമുക്ക് പല കാറുകളും പല സ്ക്രീൻ സൈസുകളിലാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിലും ആ ഒരു സ്ക്വയർ ആൻഡ്രോയിഡ് ഓട്ടോ ആയിരിക്കില്ല. ചിലതിന് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും, ചിലതിന് സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡാപ്റ്റീവ് UI ഉള്ള പുതിയ കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. ഈ പറഞ്ഞ വിജറ്റ്സും ഇതിനകത്തുണ്ട്. ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് മാത്രമല്ല, ഗൂഗിൾ മാപ്പിൽ മറ്റേ 3D ആയിട്ടുള്ള വ്യൂ ഇല്ല, ഇപ്പോൾ ഓവർ ബ്രിഡ്ജിന്റെ അടി കൂടെ പോകുമ്പോൾ ആ ഒരു അടി കൂടെ പോകുന്ന ആനിമേഷൻ കാണിക്കുന്ന 3D വ്യൂവും കിട്ടും. ഇനി ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട എന്നാൽ കിട്ടാത്തൊരു ഫീച്ചറാണ് അതിനകത്ത് വീഡിയോ കാണുക അല്ലെങ്കിൽ യൂട്യൂബ് കാണുക എന്നുള്ളത്. ഫൈനലി നിങ്ങൾക്ക് ഇനി ആൻഡ്രോയിഡ് ഓട്ടോയിൽ യൂട്യൂബ് കാണാൻ പറ്റും. പക്ഷേ ഇത് നൈസ് ആയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ പാർക്ക് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും വീഡിയോ പ്ലേ ആവുന്നത്, അതും 1080p 60 FPS. ഇനി ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നിങ്ങൾ ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഡിയോ ഓൺലി മോഡിലേക്ക് ട്രാൻസിഷൻ ആവും. ആൻഡ് ഓഡിയോയുടെ കാര്യം പറയുമ്പോൾ സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കിയിട്ട് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പ്ലസ് ജെമിനി ഇന്റലിജൻസ് ആണല്ലോ ഇത്തവണത്തെ മെയിൻ എന്നുള്ളതുകൊണ്ട് ജെമിനി ഇന്റലിജൻസ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോയിലും വരുന്നുണ്ട്. നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിക്കുവാണ് ഏകദേശം എത്ര മണിക്ക് എത്തും എന്ന് ചോദിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സജഷൻ കാണിക്കും നമ്മുടെ മാപ്പ് നോക്കിയിട്ട്. ഇനി അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി മാത്രമല്ല കേട്ടോ. സപ്പോസ് നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാം എന്ന് വിചാരിക്കുവാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ലേറ്റ് ആവും. വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ എനിക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജെമിനിനോട് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമല്ലേ, എനിക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്ന സാധനം ഒന്ന് സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് വെച്ചേക്ക്, ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും കിട്ടുന്ന രീതിക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൊമാറ്റോ പോയിട്ട് നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓർഡർ ചെയ്ത് വെക്കും നിങ്ങൾ എത്തുമ്പോൾ അവിടെ എത്താൻ വേണ്ടി. ഇനി ചില പർട്ടിക്കുലർ കാറുകൾ ഗൂഗിൾ കാർ എന്ന് പറയും, ഇപ്പോൾ പുതിയ ഡസ്റ്ററിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാറാണെങ്കിൽ ആ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ജെമിനിക്ക് അറിയാം. ഇപ്പോൾ നിങ്ങളൊരു വലിയ TV മേടിച്ചു, ആ ഒരു പെട്ടി നിങ്ങളുടെ ബൂട്ടിൽ കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന TV വാങ്ങിയിട്ടുണ്ട്, ഇതെൻ്റെ ബൂട്ടിൽ കൊള്ളുമെന്ന് വെച്ചാൽ കറക്റ്റ് ഡയമെൻഷൻ നോക്കിയിട്ട് പറഞ്ഞു തരും ബൂട്ടിൽ കൊള്ളൂ ഇല്ലയോ എന്ന്. ഇനി അടുത്ത മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ലാപ്ടോപ്പുകളിലാണ്. പുതിയ ഒരു ലാപ്ടോപ്പ് ഇറങ്ങുന്നുണ്ട് വിച്ച് ഇസ് ഗൂഗിൾ ബുക്ക്. ഗൂഗിൾ ബുക്കിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സാധനമാണ് കർസർ അഥവാ പോയിന്റർ. ഈ പോയിന്റർ കൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി. ഫോണുകളിൽ നമുക്ക് സർക്കിൾ ടു സെർച്ച് ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് ഈ പോയിന്ററിനെ സർക്കിൾ ടു സെർച്ച് പോലെ ആക്കിക്കൂടാ, അതിനേക്കാളും ബെറ്റർ ആക്കിക്കൂടാ എന്ന് കരുതി വിഗിൾ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. വിഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇമെയിലിൽ ഇന്ന ഡേറ്റിൽ ഒരു അപ്പോയിൻമെന്റ് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേറ്റിന് മേളിൽ വിഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കലണ്ടറിൽ അത് അപ്പോയിൻമെന്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട സെഷൻ വരും. ഇനി നിങ്ങൾ നിങ്ങളുടെ റൂം ഒന്ന് റെനോവേറ്റ് ചെയ്യണം, അതിനായിട്ട് വാൾപേപ്പർ ഒട്ടിക്കണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ വാൾപേപ്പർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഇരിക്കും എൻ്റെ റൂമിൽ എന്നറിയണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഓപ്പൺ ആണെങ്കിൽ ആ ഫോട്ടോയുടെ മേളിൽ വെച്ച് ഇങ്ങനെ വിഗിൾ ചെയ്യുക, എന്നിട്ട് ഈ ഒരു സാധനം നെറ്റിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. വേറെ ഒരു ChatGPT-യിലോ അല്ലെങ്കിൽ വേറെ ജെമിനി സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആക്കി പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കണ്ട ആ ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങൾക്ക് ഇതിലും പറ്റും. ഈ പറഞ്ഞ പോലത്തെ വിഡ്ജറ്റ്സ് എല്ലാം സംസാരിച്ചുകൊണ്ട് എല്ലാം കമ്പൈൻ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു പരിപാടി. അതിനോടൊപ്പം നിങ്ങളുടെ ഫോൺ എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല. ഇതും ഫോണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഫോണിലുള്ള ഇപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കണമെങ്കിൽ ഫോണിൻ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തത് ഓപ്പൺ ആക്കി
കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും, ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ. ഇപ്പോൾ HP, ലെനോവോ, ഏസർ, ആസൂസ്, ഡെല്ല് പോലെയുള്ള കമ്പനികളാണ് ഈ ഒരു ഗൂഗിൾ ബുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. ഇതേപോലെയുള്ള പിക്സൽ ഫോണുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 17ന്റെ ബീറ്റ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബട്ട് ബീറ്റ വെർഷൻ ആണ്, സ്റ്റേബിൾ അല്ല, ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ജെമിനി ഇന്റലിജൻസ് പിക്സൽ ഫോണുകളിൽ മാത്രമല്ല, ഓൺ ഡിവൈസ് AI സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ഉള്ള ഫോണുകളില്ലേ, അതിലെല്ലാത്തിലും നിങ്ങൾക്കിത് കിട്ടും എന്നും കൂടിയാണ് പറയുന്നത്. യെസ്, സോ ഇതൊരു മേജർ അപ്ഡേറ്റ് ആണ് ആൻഡ്രോയിഡുകൾക്ക്. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.